ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തില്ലേ? അപ്പോൾ അതേ കോസ്റ്റ്യൂമിൽ അതേ ലുക്കിലല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ ഗസ്, ഞാനൊന്ന് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നോ ഹീറ്റ് മെത്തേഡായിട്ട് ചെയ്യുന്ന, ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽസും കാണിക്കുന്നില്ല. ജസ്റ്റ് ചീർപ്പും കയ്യും വെച്ച് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സിറം തേക്കുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിനാട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സെൻറ്റർ പാർട്ടീഷനിലുള്ള ഹെയർ സ്റ്റൈലാട്ടോ കാണിക്കുന്നത്. നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പീസ് ഓഫ് ഹെയർ എടുത്ത് മൂന്നായി നമ്മൾ മെടയത്തില്ലേ, അതേപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മെടച്ചിലിൻ്റെ കൂടിയും ഓരോ സ്ട്രാൻഡ് ഓഫ് ഹെയർ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് കിട്ടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മുടി ഫ്രണ്ടിൽ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് തന്നെ ഒരു പീസ് ഓഫ് ഹെയർ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മെടഞ്ഞ് ചേർത്ത് മെടയുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ വരും. അതേപോലെ അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഹെയർ സ്റ്റൈലിൽ തന്നെ ഒരു 2-3 മുല്ലപ്പൂ സ്റ്റൈലും കാണാം കേട്ടോ. ഞാനിവിടെ എല്ലാ സ്റ്റൈലും ചെയ്യാനായിട്ട് 3 മുഴം പൂവാട്ട് എടുത്തിരിക്കണേ. അത് ഞാനിങ്ങനെ കുഞ്ഞാക്കി മടക്കിയിട്ട് അത് ഞാൻ സെൻറ്ററിൽ പിൻ ചെയ്ത് നമ്മുടെ മുടിയുടെ സെൻറ്ററിൽ ഫ്രണ്ടിലേക്ക് കാണാത്ത രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാട്ടോ ഫസ്റ്റ് സ്റ്റൈലിങ്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് അതിനെ 4 മടക്കിയിട്ട് 2 സൈഡിലും യൂപിൻ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഫ്രണ്ടിലോട്ട് കാണില്ല, പക്ഷേ ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മൂന്നാമതായിട്ട് ഈ പൂവിനെ തന്നെ 3 മടക്കിയിട്ട് മുടിയുടെ അടിയിൽ കൂടി ഇട്ടിട്ട് ബാക്കിലോട്ട് കാണാത്ത രീതിയിൽ ഫ്രണ്ടിലോട്ട് മാത്രം കാണുന്ന രീതിയിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിലോട്ട് തൂക്കിയിടാണ്ട് അങ്ങനെയാട്ടോ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഓണമൊക്കെ വരാറായില്ലേ? എന്താണ് എല്ലാവരും ഡ്രസ്സൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഓണത്തിന്? അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഭംഗിയല്ലേ? ഇത് ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബാക്കിൽ മുല്ലപ്പൂ ഉണ്ടാവില്ല, ഫ്രണ്ടിൽ നിന്ന് മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിലോട്ട് പോവാം. ഇതും സെൻറ്റർ പാർട്ടീഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് 2 സൈഡിൽ നിന്നും ഒരു പീസ് ഓഫ് ഹെയറും മാറ്റിയെടുത്തിട്ട് ബാക്കിലൊരു ലോ പോണി ആട്ടോ കെട്ടി കൊടുക്കുന്നത്. ലോ പോണി ടൈൽ കെട്ടിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ വിട്ട മുടിയില്ലേ, അത് നമ്മൾ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിൽ കെട്ടിയ പോണി ടൈൽ നല്ല അറ്റം വരെ മെടഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നെ പോലെ വോളിയം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വളരെ ലൂസായിട്ട് മെടഞ്ഞാൽ മതി കേട്ടോ. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ മുല്ലപ്പൂ പിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് യൂപിൻസ് ആട്ടോ. മുല്ലപ്പൂ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടിരിക്കാൻ എപ്പോഴും നല്ലത് യൂപിൻസ് യൂസ് ചെയ്യുകയാണ്. ബോബി പിൻസിനേക്കാളും യൂപിൻസ് യൂസ് ചെയ്യായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. നമ്മൾ ഇതേപോലത്തെ ഒരു ലുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആക്സസറീസ് എല്ലാം നമ്മൾ ഷോയ്ക്ക് കൊടുക്കുന്ന അല്ലാത്ത എല്ലാ ആക്സസറീസും നമ്മൾ ബ്ലാക്ക് എലമെൻറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടീനെ അല്ലെങ്കിൽ നമ്മുടെ ലുക്കിനെ അത് നല്ലപോലെ എന്താ പറയുക എൻഹാൻസ് ചെയ്യും കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ഞാൻ കൂടുതൽ അങ്ങനെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാനിത് അവിടെ മെടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ക്രഞ്ച് എടുത്തിട്ട് നമ്മൾ പോണിറ്റെയിൽ കെട്ടിയ ബണ്ണിൻ്റെ അവിടെ അത് വെച്ച് നമ്മൾ മെടഞ്ഞ മുടി മൊത്തം അതിന് ചുറ്റും ലൂസാക്കി കെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ യൂപിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. അപ്പോൾ ആ മെടഞ്ഞ് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ മെടഞ്ഞ് പ്രിഫർ ചെയ്തത്. ബണ്ണ് യൂസ് ചെയ്യാണ്ട് ചുമ്മാ ചുറ്റാണ്ട് മെടയാൻ കാരണം അതിൻ്റെ ഒരു ടെക്സ്ചർ വരുമ്പോൾ അത് കുറച്ചുകൂടിയും ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ മാറ്റിയിട്ട ഹെയർ എടുത്തിട്ട് അത് നമ്മൾ നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ വലിച്ച് നമുക്ക് വേണ്ട അളവിന് നമ്മളത് പൊക്കി വെച്ച് കൊടുത്തിട്ട് ഈ ബണ്ണിന് ചുറ്റും നമ്മൾ കെട്ടി വെച്ച ബണ്ണിന് ചുറ്റും അത് ടൈ ചെയ്ത് കൊടുക്കുക, ചുറ്റി കൊടുക്കുക. അങ്ങനെ 2 സൈഡും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതും ഈ സ്റ്റൈലും ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഫ്രണ്ടിൽ മുടി മാറ്റിയിടണമെങ്കിൽ ആദ്യം തന്നെ മാറ്റിയിടുക, എന്നാലാണ്, അല്ലാണ്ട് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് 2 സൈഡും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മുല്ലപ്പ് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. മുല്ലപ്പ് ഞാൻ 4 മടക്കിയിട്ട് ഇതിന് ചുറ്റും അടിയിൽ നിന്ന് മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് യൂപിൻ വെച്ചിട്ടാട്ടോ ഞാൻ ഇതിലും സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മുല്ലപ്പ് വെച്ചപ്പോൾ മുകളിൽ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തില്ല കേട്ടോ. അടിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരുന്ന ആ എൻഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ മുകളിൽ വെച്ചത്. കണ്ടില്ലേ, മുകളിലത്തെ കുറച്ച് പോർഷൻ ഞാൻ വിട്ടിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഇഷ്ടമായ കമൻസിൽ കൂടിയും ഒക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്നൊക്കെ പറയണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ സൈഡ് പാർട്ടീഷൻ ആട്ടോ എടുത്തിരിക്കുന്നത്. സൈഡ് പാർട്ടീഷൻ എടുത്ത് വളരെ ലൂസാക്കി ഹെയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എടുത്ത ഹെയറിൽ നിന്ന് തന്നെ വളരെ ലൂസാക്കി കുറച്ച് പുറകിലോട്ട് വെച്ചിട്ട് നമുക്ക് വേണ്ട മുടി ആദ്യം തന്നെ ഫ്രണ്ടിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ പുറകിൽ വെച്ചിട്ട് ഒരു ക്ലിപ്പ് കുത്തുക. വളരെ ലൂസാക്കി കുത്തിയാൽ മതി, എന്നാൽ മാത്രം നമുക്ക് അവിടെ ഒരു ചെറിയ പഫ് രൂപേണ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് ഭയങ്കര പറ്റി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ട് പോർഷനിൽ മുടി വിട്ട് ബാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് ചീകി കൊടുത്തിട്ടുണ്ട്, കുറച്ച് പഫി ഫീൽ കിട്ടാൻ വേണ്ടി. ഒത്തിരി മുടിയിട്ട് ചെയ്യുന്നില്ല, വളരെ ലൈറ്റ് എമൗണ്ട് ഓഫ് ഹെയർ എടുത്തിട്ട് മാത്രം കേട്ടോ ഞാൻ അങ്ങനെ ബാക്കിലോട്ട് ചീകി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഫ്രണ്ടിൽ മാറ്റി വെച്ച മുടിയും കൂടെ വെച്ചിട്ട് നമ്മളത് ഒരുമിച്ച് ഇതേപോലെ സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് സൈഡിലോട്ട്. ആദ്യം തന്നെ ബാക്കിലത്തെ പോർഷൻ ഒരു സ്ലൈഡ് കുത്തിയതിന് ശേഷമാട്ടോ ഞാൻ ഫ്രണ്ടിലത്തെ പോർഷൻ എടുത്ത് കൊടുത്തുന്നുള്ളൂ. ഞാനിവിടെ ടിക് ടാക് സ്ലൈഡ് ആട്ടോ ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹെയർ സ്റ്റൈലിംഗ് നമ്മൾ നേരത്തെ ചെയ്ത ഹെയർ സ്റ്റൈലിംഗ് ആയിട്ട് വളരെ സിമിലർ ആട്ടോ.
നമ്മൾ നേരത്തെ സെൻറ്റർ എടുത്ത് ചെയ്തില്ലേ, അതിന് പകരം സൈഡ് എടുത്ത് ചെയ്യുന്നു. അതേപോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള മെത്തേഡിലാട്ടോ മുല്ലപ്പൂ വയ്ക്കുന്നത്. നേരത്തെ നമ്മൾ ബാക്ക് മാത്രം കവർ ചെയ്ത രീതിയിലല്ലേ പൂ വെച്ച്, ഈ പ്രാവശ്യം നമ്മൾ ഫ്രണ്ടിലോട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിലാട്ടോ മുല്ലപ്പൂ വയ്ക്കുന്നത്. അപ്പോൾ ഇതാട്ടോ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമായോ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ബാക്ക് പോർഷനിൽ മാത്രം ചേഞ്ച് ചെയ്യാൻ വരുത്തുന്നുള്ളേ. ബാക്ക് പോർഷനിൽ നമുക്ക് മുടി മെടഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ മെടഞ്ഞ ശേഷം പൂ 4ആയി മടക്കിയിട്ട് ബാക്കിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഞാൻ ഈ മെടഞ്ഞതിൻ്റെ കൂടെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ലൂസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹെയർ സ്റ്റൈൽ. ഇഷ്ടമായോ പറയണം കേട്ടോ. അടുത്ത് നമുക്ക് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ വീണ്ടും സൈഡ് പാർട്ടീഷനിലാട്ടോ ചെയ്യുന്നത്. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ സ്ട്രാൻഡ്സ് എടുത്ത് പിരിച്ച് അതിൻ്റെ കൂടെ നെക്സ്റ്റ് സ്ട്രാൻഡ് എടുത്ത് പിരിച്ച് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ സ്ട്രാൻഡ് എടുത്ത് പിരിക്കുക, അതിൻ്റെ കൂടെ അത് പിരിച്ചിട്ട് വേറെ സ്ട്രാൻഡ് പിരിച്ചിട്ട് ഇത് രണ്ടും കൂടെ ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൽ നന്നായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഫ്രണ്ടിൽ ഹെയർ എടുത്തിട്ടില്ല, കുറച്ച് സൈഡിലായിട്ടോ ഹെയർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഹെയർ പുറത്ത് ഇടാൻ ഫ്രീ ആക്കി ഇടാൻ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഹെയർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തം ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുൾ ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സൈഡും അപ്പോൾ ആ സൈഡും നമുക്ക് ടിക് ടാക് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ടിക് ടാക് സ്ലൈഡോ ഈർക്കിൾ സ്ലൈഡോ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലുള്ള മുടി ജസ്റ്റ് ഒരു ബണ്ണിട്ട് കൊടുക്കാം. നല്ല ഒരു ഇച്ചിരി വലിയ ബണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ബണ്ണ്, നോർമൽ ബണ്ണിടാണ്ട് കുറച്ച് കട്ടിയുള്ള ബണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൂ വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് പൂ ഇരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ സ്ക്രഞ്ചി ഇട്ട് കൊടുത്തത്. നമ്മൾ എന്താ പറയുക, സ്ക്രഞ്ച് വെച്ചതിന് ചുറ്റും മാത്രമായിട്ട് ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമായിട്ട് പൂ വെച്ച് കൊടുക്കുക. അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടി. ഇപ്പോൾ ചൂടൊക്കെ എടുക്കും, ഒതുങ്ങി കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമ്മൾ മുടി വളരെ ഒതുങ്ങി കിടക്കും, നമ്മൾ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ബാക്കിൽ നിന്ന് പൂവൊക്കെ വെച്ചത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ ഓണം ഹെയർ സ്റ്റൈൽസ് നോക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് അഥവാ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഓണ സെലിബ്രേഷനും കെട്ടിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ ടാറ്റാ.